പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതായത് കൊല്ലം ജില്ലയിലെ പരവൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ആട് മോഷണം, അതായത് പരവൂരുള്ള ആട് വളർത്തുന്ന എല്ലാ വീടുകളിലെയും ആടുകളെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു കേട്ടോ. ഒരു തമിഴ്നാട് സ്വദേശി അഥവാ പരവൂരിൽ വന്ന് സ്ഥിരതാമസക്കാരനാക്കിയ തമിഴ്നാട് സ്വദേശിയായ 23-കാരനായിരുന്ന ഭരത്തിനെയായിരുന്നു അന്ന് പിടികൂടിയത്. ഏതായാലും ആ കേസിൽ രണ്ടാമത്തെ ഒരുത്തനെയും കൂടി പിടികൂടിയിരിക്കുകയാണ്. അതായത് ഈ ഭരത്ത് ഈ പരവൂരിൻ്റെ എല്ലാ പ്രദേശത്തും ചെന്ന് ഈ ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ ഈ കാണുന്നവനെ അറിയോ? ഈ കാണുന്നവൻ തെക്കുംഭാഗം കാട്ടിൽ വീട്ടിൽ നിയാസ് എന്ന് പറയുന്ന 35-കാരൻ, ഇവനാണ് ആ ആടുകളെല്ലാം വാങ്ങിയിരുന്നത്. അതായത് ചില്ലറ ചെറിയ പൈസയൊക്കെ കൊടുത്ത് അവൻ്റെ നിന്ന് ആടിനെ വാങ്ങുക, വാങ്ങിയിട്ട് ആടിനെ എല്ലാം കശാപ്പ് ചെയ്യും. കശാപ്പ് ചെയ്തിട്ട് ഇവൻ വലിയ തോതിൽ കച്ചവടം നടത്തുകയായിരുന്നു ഇവൻ്റെ പതിവ് കേട്ടോ. അതായത് മോഷണം നടത്തുന്നവന് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മറ്റവൻ സ്ഥിരമായി ഇങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും മോഷ്ടിച്ചത്. അങ്ങനെ ഒരു നാടിൻ്റെ എന്താ പറയുക, ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. എല്ലാ വീടുകളിൽ നിന്നും ആടുകൾ തുരുതുരാ മോഷണം പോകുമായിരുന്നു. അപ്പോൾ ഈ കാണുന്നവനാണെങ്കിൽ ആ ആടുകളെല്ലാം കൊന്ന് നാട്ടുകാർക്ക് എന്താ പറയുക കൊടുത്ത് തീറ്റിക്കുകയായിരുന്നു. അതായിരുന്നു ഇവൻ ചെയ്തത്. ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പരവൂരിൽ ആടുമോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. തെക്കുംഭാഗം കാട്ടിൽ വീട്ടിൽ നിയാസ് എന്ന 35-കാരനാണ് പിടിയിലായി. ഇയാൾ രണ്ടാം പ്രതിയാണ്. പരവൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ആടുമോഷണം പതിവായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് സ്വദേശിയും പരവൂരിൽ താമസക്കാരനുമായ ഭരത്തിനെ പിടികൂടിയിരുന്നു. ഇപ്പോൾ പിടിയിലായ നിയാസാണ് ഭരത്ത് മോഷ്ടിച്ചു കൊണ്ടുവന്ന ആടുകളെ വാങ്ങിയിരുന്നത്. ഇങ്ങനെ വാങ്ങുന്ന ആടുകളെ കശാപ്പ് ചെയ്ത് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുന്ന ആളായിരുന്നു നിയാസ്. പ്രതിയുടെ തെക്കുംഭാഗത്തെ വീടിന് സമീപത്ത് നിന്നുമാണ് കസ്റ്റഡിയിൽ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കട്ട മുതൽ കൊണ്ടുവരികയും അത് വാങ്ങി നാട്ടുകാർക്ക് കൊടുത്ത് പൈസ മേടിക്കുകയും ചെയ്യുന്ന ഇവനാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രതി കേട്ടോ. അതായത് ആ നാട്ടിലെ ആടുകളെ മുഴുവൻ ദൈവൻ ശരിക്കും പറഞ്ഞാൽ കൊന്ന് കച്ചവടമാക്കിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും, ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ.